ഇന്ന് പുറത്തു വന്ന രണ്ട് IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് മുംബൈ ടീമിൽ നിന്ന് പടിയിറങ്ങിയെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്ന് ലക്നൌവിനെതിരെ രോഹിത് ശർമ്മ കളിച്ചത് തൻ്റെ അവസാനത്തെ മാച്ചാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇനിയൊരു പക്ഷേ മുംബൈ ടീമിൽ രോഹിത് ശർമ്മയെ കാണാൻ സാധിച്ചേക്കില്ല. ഒരുപക്ഷെ രോഹിത് ശർമ്മ വിരമിച്ചേക്കും, അല്ലെങ്കിൽ മറ്റൊരു ടീമിലേക്ക് ചേക്കേറും. ഇന്ന് ലക്നൌവിനെതിരെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രോഹിത് ശർമ്മ അടിച്ചു കളിച്ചിട്ടുണ്ടായിരുന്നു. ശേഷം രോഹിത് ഔട്ടാവുമ്പോൾ വളരെയധികം വിഷമിച്ചിരുന്നു. ഇനി ഒരിക്കലും രോഹിത് ശർമ്മ മുംബൈ ടീമിന്റെ ജേഴ്സി അണിഞ്ഞേക്കില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. രോഹിത് ഇല്ലാത്ത മുംബൈ ടീമിനെ ആരാധകർക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. IPL കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇനി വരാനിരിക്കുന്നത് T20 വേൾഡ് കപ്പ് ആണ്. അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മലയാളി താരം സഞ്ജു വേൾഡ് കപ്പിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതാ സഞ്ജു സാംസൺ വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ഓപ്പണറാകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വെസ്റ്റ് ഇൻഡീസിലാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. ആ പിച്ചിൽ സഞ്ജു തകർത്തടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഞ്ജുവിനെ ഓപ്പണറാക്കാനാണ് ഇന്ത്യൻ ടീമിന്റെ പദ്ധതി. രോഹിതും സഞ്ജുവും ഓപ്പണിംഗിൽ വന്നാൽ ഇന്ത്യ തകർത്തടിക്കുമെന്നത് ഉറപ്പാണ്. സഞ്ജുവിനെ പവർഫുൾ ഓവറുകളിൽ ബാറ്റിംഗ് കിട്ടിയാൽ സഞ്ജുവിൻ്റെ ഒരു വെടിക്കെട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. സഞ്ജുവിനെ കീപ്പറായിട്ടല്ല, ഒരു ബാറ്റ്സ്മാൻ എന്ന രീതിയിലാണ് ടീമിലേക്ക് പരിഗണിച്ചിരിക്കുന്നത്. സഞ്ജുവിനെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും കളിപ്പിക്കാൻ സാധിക്കുമെന്നാണ് സെലക്ടർ പറഞ്ഞത്. സഞ്ജുവിനെ ഒരു സർപ്രൈസ് ആയിട്ടാണ് ടീമിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.